ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാ അമ്മ എന്നെ കൂടെ വിളിച്ചത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? അമ്മ പറഞ്ഞതിനനുസരിച്ച് ഞാൻ വന്നു. അതിന് നീ മാത്രമാണോ വന്നത്? അതമ്മ കണ്ടതല്ലേ, ഞാൻ റിയയും കൂടി വന്നു. എടാ, നിന്നോട് വരാൻ പറഞ്ഞാ നീ വരണം, അല്ലാതെ നിന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ടല്ല വരേണ്ടിയിരുന്നത്. അവള് കൂടെ വന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമേ ഉള്ളൂ. അവളുടെ വരവ് വിശാൽ ഉൾപ്പെടെ ഇവിടെയുള്ള ആർക്കും ഇഷ്ടമായിട്ടില്ല. അതിന്റെ പേരിൽ വിശാലിന് നല്ല ദേഷ്യമുണ്ട്. ഗോപിയേട്ടനും മുറുമുറുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തില് പാർവതിക്കെതിരെയുള്ള നമ്മുടെ പ്ലാൻ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമിനെ? എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നീ മാത്രം ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. എടാ, നീ എന്തിനാ റിയയും കൂട്ടിക്കൊണ്ട് വന്നത്? അമ്മേ, എനിക്ക് എങ്ങനെ അവളെ വിട്ടിട്ട് പോകാൻ പറ്റും? എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ അവൾ അറിയാം. അങ്ങനെയുള്ള അവളെ എനിക്ക് അവിടെ ഉപേക്ഷിച്ച് പോരാൻ പറ്റുമോ? ഇല്ലല്ലോ. അമ്മയ്ക്ക് അവളെ അറിയില്ല. അതുകൊണ്ടാ അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ. എന്റെ അമ്മേ, ഞാൻ വെറുതെ പറയുന്നല്ല. നമ്മളെക്കാളുവേ ജഗജാല കില്ലാടിയാ അവള്. എന്ന് വെച്ചാ നമ്മളെക്കാൾ ബുദ്ധിയും തന്ത്രവും കൂടുതലുള്ളവൾ. നമ്മള് മനസ്സിൽ കാണുന്ന നേരത്തെ അവളത് വർക്കൗട്ട് ചെയ്തിരിക്കും. അവള് നമുക്കൊരു അസറ്റാണമ്മേ. നമ്മുടെ പ്ലാനിങ്ങില് അവളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചാൽ നന്നായിരിക്കും. അതും കൂടി മുന്നിൽ കണ്ടിട്ടാ ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അവൾക്കെല്ലാം അറിയാം. വളരെ കാലമായി ഞാനും ഗാർഗയെ ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഗാർഗയ്ക്ക് ഇനി കുട്ടികളുണ്ടാവില്ലെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിച്ചാണ് കക്ഷി എന്നോടൊപ്പം പോന്നിരിക്കുന്നത്. അവളെ കൊണ്ട് നമുക്ക് ഉപകാരമേ ഉണ്ടാവുള്ളൂ അമ്മേ. എടാ, അതൊക്കെ നിന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചാ മതി. നമുക്ക് പാഴാക്കാൻ സമയമില്ല. ഇവിടുത്തെ സ്വത്തുക്കൾ എങ്ങനെയും എത്രയും പെട്ടെന്ന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം. അതിനെന്താണ് വഴിയെന്ന് ആലോചിക്കേ. വിശാലിന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. അതെനിക്കും അറിയാം. അത് പറയാനാണോ നീ വന്നത്? മുഴുവനും പറയട്ടെ. സ്വത്തുക്കൾ അവൻ പോലും അറിയാതെ അവൻ നമുക്ക് എഴുതി തരും. അതിനൊരു ഐഡിയ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ ഐഡിയ? അമ്മേ, ഞാൻ കുറച്ച് പേപ്പറുകൾ അമ്മയുടെ കയ്യിൽ തരും. അമ്മ അതില് വിശാലിന്റെ ഒപ്പിട്ട് വാങ്ങിക്കണം. അങ്ങനെ അവന്റെ ഒപ്പ് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കടലാസുകൾ അവൻ നമുക്ക് എഴുതി തരുന്ന പവർ ഓഫ് അറ്റോണി ആക്കി മാറ്റും. എന്നിട്ട് ആ പവർ ഓഫ് അറ്റോണി വെച്ച് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കാം. അത് കൂടുതലൊന്നും അമ്മ ആലോചിക്കണ്ട. അമ്മ പേപ്പറും കൊണ്ടുപോയി സൈൻ ചോദിച്ചാൽ അവൻ ഒപ്പിട്ട് തരും. അത്രയ്ക്ക് വിശ്വാസല്ലേ അവൻ അമ്മയോടുള്ളത്. ആ വിശ്വാസത്തെ മുതലെടുക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ലേ? അത് ശരിയാണ്. വിശാലിന് എന്നെ വലിയ വിശ്വാസം തന്നെയാണ്. അതുപയോഗിച്ച് എന്ത് വേണമെങ്കിലും എനിക്ക് അവനിൽ നിന്ന് നേടിയെടുക്കാനും ആവും. അപ്പോ സംഗതി ഓക്കെ അല്ലേ? വിശാൽ ഒപ്പിട്ട് തരില്ലേ? തരും. തീർച്ചയായിട്ടും ആ പേപ്പേഴ്സിൽ അവൻ ഒപ്പിട്ട് തരും. എങ്കിൽ നമ്മൾ വിജയിച്ചു.